ഹായ് ഡിയർ. ആക്റ്റീവ സ്കൂട്ടേഴ്സിൽ ഇങ്ങനെ ഒരു വാർണിംഗ് ലൈറ്റ് പലപ്പോഴും ചിലരെങ്കിലും കണ്ടു കാണും. ഇത് MAL ലൈറ്റ് എന്ന് പറയും, മാൽ ഫങ്ഷൻ ഇൻഡിക്കേഷൻ ലാമ്പ് എന്ന് പറയും. കാരണം വെച്ചാൽ BS6 വണ്ടിയിലാണ് മോസ്റ്റ്ലി കാണുന്നത്. സെൻസേഴ്സിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ബാറ്ററിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഈ വാർണിംഗ് ലൈറ്റ് തന്നെ ആയിരിക്കും കത്തിക്കിടക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനൊരു വാർണിംഗ് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്തുള്ള സർവീസ് സെൻ്ററുമായിട്ട് തന്നെ സമീപിക്കേണ്ടതാണ്. കാരണം സർവീസ് സെൻ്ററിലാണ് ഇതിനുള്ള ഡയഗ്നോസിങ് ടൂളുള്ളത്. അവിടെ ഡയഗ്നോസിങ് ടൂൾ ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എന്താണ് ആക്ച്വൽ പ്രശ്നമെന്ന്. അതിന് ഇപ്പോൾ സെൻസേഴ്സ് ആണെങ്കിൽ സെൻസേഴ്സ് കംപ്ലയിൻറ്റ് കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൻസേഴ്സ് മാറണം. അല്ല ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണെങ്കിൽ ബാറ്ററി ഉണ്ട്. OBD2 മീൻസ് ഒരു 2024 ശേഷം 23-24 ശേഷമുള്ള വണ്ടികൾ ബാറ്ററിക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു വാർണിംഗ് ലൈറ്റ് ഒരു സിമ്പൽ വരും. പക്ഷേ അതിന് മുന്നേ ഉള്ള വണ്ടികളെല്ലാം ഈ ഒരു MAL മാത്രമായിരിക്കും എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും കത്തുന്നത്. അപ്പം ഇത് എന്തിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ സർവീസ് സെൻ്ററിൽ പോയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനൊരു വാർണിംഗ് ലൈറ്റ് കത്തുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ സർവീസ് സെൻ്റർ സമീപിക്കാൻ ഒട്ടും വൈകരുത്. അതിനുശേഷം ഇപ്പോൾ വാറണ്ടി ഉള്ള വാഹനത്തിലാണെങ്കിൽ വാറണ്ടിയുടെ രീതിയിൽ സെൻസേഴ്സ് കംപ്ലയിൻ്റ് ആണെങ്കിൽ മാറും. അല്ല ബാറ്ററി ആണെങ്കിൽ ബാറ്ററിയുടെ രീതിയിൽ അതിൻ്റെ രീതിയിൽ വാറണ്ടി ഉണ്ടെങ്കിൽ ബാറ്ററിക്ക് പൊതുവേ വാറണ്ടി നമുക്ക് ഇപ്പോൾ ആക്റ്റീവയ്ക്ക് വരുന്നത് പറഞ്ഞാൽ 20,000 കിലോമീറ്റർ അല്ലെങ്കിൽ നമുക്ക് 1.5 വർഷമാണ് വാറണ്ടി വരുന്നത്. അങ്ങനെ വാറണ്ടി പീരീഡിലുള്ളതാണെങ്കിൽ വാറണ്ടിയിൽ ബാറ്ററി മാറിത്തരും. അപ്പം ഇങ്ങനൊരു വാർണിംഗ് ലൈറ്റ് നിർത്താൻ നിങ്ങളാരും സർവീസ് സെൻ്ററിനെ സമീപിക്കാൻ മറക്കരുത്. ഇതൊരു ഇൻഡിക്കേഷനാണ് വണ്ടി തരുന്നത്. ചില കേസുകളിൽ സെൻസേഴ്സിൻ്റെ എറർ വന്നാലും വരാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മളത് എറർ ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. അതിന് DTC ക്ലിയർ എന്ന് പറയും. അത് നമ്മുടെ സിസ്റ്റം കണക്ട് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. അപ്പം സിസ്റ്റം കണക്ട് ചെയ്ത് ആ DTC ക്ലിയർ ചെയ്യുമ്പോൾ ഈ വാർണിംഗ് ലൈറ്റ് പോകും. അപ്പം ഇത് ജസ്റ്റ് ഫോർ നിങ്ങൾക്കൊരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ തരുന്നതാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഇതിനകത്ത് എന്തെങ്കിലും കുറ്റങ്ങൾ കുറവുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അതനുസരിച്ചുള്ള ഞാൻ അതിൻ്റെ അപ്ഗ്രേഡ് ചെയ്തോളാം. താങ്ക് യു സോ മച്ച്.